അത് വലിക്കില്ലേ. ബാ ബാ ഇനി ചെയ്തോ. ഹായ് ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പരിപ്പും പപ്പായയും കൂടിയുള്ള ഒരു സിമ്പിൾ കറിയാണ് കേട്ടോ. അതിനു വേണ്ടി ഞാൻ കുറച്ച് പരിപ്പ് കഴുകിയെടുത്തിട്ടുണ്ട്. ഒരു തക്കാളി അരിഞ്ഞ് അതിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ 2 പച്ചമുളക്, നാടൻ മുളകാണ്, അതും നമുക്ക് അരിഞ്ഞിടാം. നമുക്കിനി ഈ പപ്പായ മുറിക്കാനുണ്ട്, ചെറിയ കഷ്ണങ്ങളാക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ പപ്പായ അരിഞ്ഞ് കഴുകിയെടുത്തതാണ്, ഇതിലേക്ക് ഇടാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ. വളരെ ടേസ്റ്റിയുമാണ്, അതുപോലെ തന്നെ സിമ്പിളുമാണ്. നമ്മളിത് അടച്ച് ഒരു വിസിൽ മതിയാവും കേട്ടോ. ഈ സമയത്ത് നമുക്ക് ക്യാരറ്റ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ആവശ്യത്തിന് തേങ്ങ ചിരവിയെടുക്കുക. അതിലേക്ക് കുറച്ച് നല്ല ജീരകം, ചെറിയ ജീരകം എന്നൊക്കെ പറയും, തേങ്ങയും ചെറിയ ജീരകവും കൂടി അരച്ചെടുക്കണം. അരച്ചിട്ട് ഈ വേവിച്ച് വെച്ച പരിപ്പും തക്കാളിയും കൊപ്പക്കായും കൂടിയൊക്കെ ഉള്ളതിലായിട്ട് ഇടുക. ഇവിടെ കൊപ്പക്കായ എന്ന് പറയും, പപ്പായ എന്ന് പറയും, കുറേ സ്ഥലത്ത് വേറെ വേറെ പേരുകളാട്ടോ. നമുക്ക് ഈ അരപ്പ് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റിയാണ്, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാട്ടോ. വെള്ളം കൂടിയെന്ന് വിചാരിക്കരുത്, അത് തിളച്ച് നന്നായി കുറുകി വരും കേട്ടോ. അത് അത്യാവശ്യം ഇപ്പം തന്നെ ഉണ്ടോ കുറുകി വന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെ ചൂടാറുമ്പോൾ ഒന്നുകൂടെ കുറുകി വരും കേട്ടോ. ഭയങ്കര ടേസ്റ്റിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ കറി ഇവിടെ റെഡി ആവാറായിട്ടുണ്ട്. നമുക്ക് കാച്ചാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് കടുക്, കുറച്ച് കറിവേപ്പില, 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഉള്ളി അരിഞ്ഞെടുത്തത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കാച്ചി കറിയിലോട്ട് ഒഴിക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ട് എല്ലാം കൂടി ഒന്ന് വേവിക്കുക. എന്നിട്ട് തേങ്ങയും നല്ല ജീരകവും കൂടിയിട്ട് അരച്ച് ഇത് നമുക്ക് കാച്ചിയെടുക്കുക. ഇത്രയേ ഉള്ളൂ കറി. ഇത് ഇപ്പോൾ നോക്കുമ്പോൾ കുറച്ച് ലൂസായിട്ട് തോന്നും, കുറച്ച് ലൂസാവണം, അല്ലെങ്കിൽ ഒന്നുകൂടെ ഭയങ്കര കട്ടിയാവും കേട്ടോ, തിക്കായിരിക്കും. ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിനി ക്യാരറ്റ് തോരൻ ഉണ്ടാക്കാം.
അതിന് വേണ്ടി കുറച്ച് ഉള്ളി അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളെല്ലാം ഉണ്ടാക്കുന്ന പോലെ തന്നെ കേട്ടോ, വ്യത്യാസമൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അതിലേക്ക് കുറച്ച് തേങ്ങ, ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാറ് കേട്ടോ, നിങ്ങളെങ്ങനെ ഉണ്ടാക്കണമെന്ന് എനിക്കറിയില്ല. ഉള്ളി ഒരു പകുതി മൂപ്പൊക്കെ ആകുമ്പോഴത്തേനും തേങ്ങ ഇട്ട് കൊടുക്കും. അതിന് ശേഷം നമ്മൾ കുത്തുമുളക്, നിങ്ങൾ എന്താ പറയുക, ഈ മുളക് വറ്റൽമുളക് ഇങ്ങനെ പൊടിപ്പിക്കല്ല, ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കണില്ലേ, അതിനെയാണ് ഈ കുത്തുമുളക് എന്ന് പറയുന്നത്. എനിക്ക് നിങ്ങൾ എന്താ പറയുകയെന്ന് എനിക്കറിയില്ല. ആ മുളകും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. അതിന് നല്ല മണം വരും. ഇത് വരുമ്പോൾ നമുക്ക് ഈ ക്യാരറ്റ് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. ഞാൻ ആദ്യം കുറച്ച് അടച്ച് വെച്ച് വേവിക്കും കേട്ടോ. അതിന് ശേഷം ഞാൻ ഉപ്പിട്ട് കൊടുക്കാറ്. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, അതൊന്നും കുഴപ്പമില്ല. നമുക്ക് ഇപ്പുറത്ത് ഓംലെറ്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. കുഞ്ഞ് ലഞ്ചാണ്, അതിന് വേണ്ടിയാണ് ക്യാരറ്റും പരിപ്പും കൊപ്പക്കായും എല്ലാം കൂടിയുള്ളൊരു വീഡിയോ എടുത്തത്. ഇപ്പോഴാണ് ഞാൻ ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് ഇളക്കി വീണ്ടും അടച്ച് വയ്ക്കാം. പെട്ടെന്ന് വേവും കേട്ടോ, അധികം ടൈമൊന്നും വേണ്ട. അപ്പോഴത്തേനും നമ്മളിവിടെ ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ലഞ്ചാണ് കേട്ടോ ഞാൻ കാണിക്കണത്. ഈസിയാണ്, അതുപോലെ തന്നെ ഹെൽത്തിയാണ്. തുടക്കക്കാർക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഏകദേശം നമ്മുടെ ക്യാരറ്റും ഓംലെറ്റും കറി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ 3 പേരുള്ളൂ, പക്ഷേ ഉച്ചയ്ക്ക് കഴിക്കാൻ ഞാനും കൊച്ചും മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് മതിയല്ല, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഉണ്ടാക്കണം കേട്ടോ. അപ്പം നമ്മുടെ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു കുഞ്ഞു ലഞ്ച് കേട്ടോ. ഇവിടെ ഇപ്പോൾ അത്യാവശ്യം നന്നായി കുറുകി വന്നിട്ടുണ്ട് കറി. നല്ല ടേസ്റ്റ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നോടം വരെ ബൈ.